ഹായ്, നമുക്കേ ഇന്നൊരു മീൻ കറി ഉണ്ടാക്കിയാലോ? എങ്ങനെയുണ്ട്? നല്ല എളുപ്പമുള്ളൊരു മീൻ കറിയാണേ. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു മുറിയുടെ പകുതി, അതാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എരിവൊക്കെ ഞാൻ കുറച്ച് കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് എരിവ് മതി എന്നുണ്ടെങ്കിൽ, ഇത്രയും കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര മാത്രമേ പൊടികളിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് അരച്ചൊന്ന് റെഡിയാക്കി കൊണ്ടുവരാവേ. നന്നായിട്ട് അരച്ച് കൊണ്ടുവരണേ. അപ്പോൾ നല്ല ടെക്സ്ചറാക്കി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ചുമന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ഇതിൽ വെളുത്തുള്ളി ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഇടിച്ച് ചതച്ചാണ് ചേർക്കുന്നത്. അങ്ങനെ ഇഞ്ചിയും ഉള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കറി ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിനകത്തേക്ക് ഈ ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കറിക്ക് എങ്ങനെയാണോ തിക്നെസ് ആ രീതിയിലാക്കിയെടുക്കണം. ഒരുപാട് ലൂസാവരുത്, ഒരുപാട് തിക്കാവരുത്. കുറച്ച് ഞാൻ കറി തിളച്ചിട്ടാണ് മീനൊക്കെ ഇടണത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കി എടുത്തത്. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് കുറച്ച് ഒരു 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് എളുപ്പമാണ്, സത്യം പറഞ്ഞാൽ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വലിയ പ്രയാസമൊന്നുമില്ല. എല്ലാം കൂടി ജസ്റ്റ് ഇങ്ങനെ അരച്ചെടുക്കണവരുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ ചതച്ചാണ് ചേർക്കണത്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് കലക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചട്ടി അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് കറിയൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന മീൻ വാളയാട്ടോ, വാളമീനാണേ. അപ്പോൾ ആ മീനൊന്ന് കറിയൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മീനൊന്ന് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാകും. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അങ്ങനെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് 2-3 ഉള്ളി, കുറച്ച് ഉലുവായും കൂടി ഒന്നിങ്ങനെ താളിച്ചിട്ട് ഒരു ബ്രൗൺ കളർ പോലെ ആക്കിയിട്ട്, ലൈറ്റ് ബ്രൗൺ കളർ ആക്കിയിട്ട് ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക ചട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.